പ്രതീക്ഷകൾ ചീട്ടുകൊട്ടാരം പോലെ വീഴുന്നത് എനിക്ക് പുതുമയുള്ള കാര്യമല്ല. ഒരുപാട് അനുഭവങ്ങൾക്ക് ശേഷം യാതൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പഠിച്ച എന്നെ ജീവിതം വീണ്ടും കൊണ്ടെത്തിച്ചത് ഈ കല്യാണത്തിലേക്കായിരുന്നു. കല്യാണം അതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മാത്രം. അതുകൊണ്ടാണല്ലോ മാറ്റിവെച്ച പ്രതീക്ഷകളും കാണാൻ പഠിച്ച സ്വപ്നങ്ങളും വീണ്ടും എന്റെ മനസ്സിൽ മുളപൊട്ടി തുടങ്ങിയത്. കഴുത്തിലെ താലിച്ചരടിന് സ്വർണത്തിനേക്കാൾ വിലയുള്ളത് ഒരുപക്ഷെ പെണ്ണിന് മാത്രമായിരിക്കും. ഇത്രയും കാലം ഗിരിയുടെ സ്നേഹത്തിനായി ഞാൻ കാത്തിരുന്നു. അത് കിട്ടിയപ്പോ ഒരുപാട് സന്തോഷിച്ചു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു അതൊന്നും സത്യമായിരുന്നില്ലെന്ന്. ഇക്കാലം അത്രയും ഞാൻ സുമിത ഗിരിധർ ആവാനാണ് ശ്രമിച്ചത്. ഇനിയൊരു മടക്കയാത്രയാണ്, പഴയ സുമിത ചന്ദ്രനിലേക്കുള്ള മടക്കം. കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ച പഴയ സുമിത ചന്ദ്രനായ മതി എനിക്ക്. മുരളിയെ 2 ഗ്ലാസ് എടുത്തടാ. ഗ്ലാസ് ഒക്കെ എപ്പോഴേ റെഡി അണ്ണാ. പകല് സമയത്തുള്ള ഈ അടി അത്ര നന്നല്ലെന്നാ. ഡേ ഉപദേശം ഒന്നും വേണ്ട. നിനക്ക് വേണ്ടെങ്കിൽ നീ അടിക്കണ്ട. അയ്യോ അങ്ങനെയല്ല അണ്ണാ. അങ്ങനെ വഴിക്കുവാ. പറഞ്ഞ ഒഴിക്കണ്ട. ഒന്നാമത് ഇവിടെ മനുഷ്യൻ ആകാശം കാണാതെ അടച്ചിട്ട അവസ്ഥയില് ദിവസം കുറയായി. മനുഷ്യനിവിടെ ഭ്രാന്തെടുക്കുക. ഈ ഇരിപ്പിന് നമുക്ക് കാശ് കിട്ടുന്നുണ്ടല്ലോ അണ്ണാ. പോരാത്തിന് ഫ്രീ ആയിട്ട് ഫുഡും മദ്യവും. വലിയ പിടിപാടൊക്കെയുള്ള ആളല്ലേ ഈ റോഷൻ സാറ്. 1-2 ആഴ്ചക്കുള്ളിൽ അങ്ങേരി കേസൊക്കെ തേച്ച് മാച്ച് കളഞ്ഞ് നമ്മളെ ഫ്രീ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരൊരു രീതിയിൽ രക്ഷപ്പെടരുത്. ഓരോ നീക്കവും സൂക്ഷിച്ചു വേണം. രണ്ടുപേരും ഇവിടെ നിൽക്ക്. വിട് സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. വഴിയിലൂടെ പോകുന്ന പാവങ്ങളെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് നിനക്ക് തെറ്റല്ലായിരിക്കാം. എന്നാ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അവനെ പിടിച്ച് വണ്ടി കേട്ട് രക്ഷപ്പെട്ടു പോയി സാർ. രക്ഷപ്പെട്ടാൻ പോട്ടേടോ. അധികം താമസിക്കാതെ അവന് നമ്മുടെ വലയെ വന്ന് വീണോളും. അവന്മാരെ കൊട്ടേഷൻ ഏൽപ്പിച്ച ആരാണെന്ന് അറിയാൻ തൽക്കാലം ഇവൻ മതി. വാ. ഹലോ റോഷൻ. ഒരു പ്രശ്നമുണ്ട് സാനിയ. എന്താ കാര്യം? ഞാൻ പറയുന്നത് കേട്ട് നീ ടെൻഷൻ അടിക്കരുത്. വളച്ചൊടിക്കാതെ കാര്യം പറ റോഷ. സുമിതയെ ഇടിച്ച ലോറിയുടെ ഡ്രൈവർ ആന്റപ്പനെ പോലീസ് പൊക്കി. നീ പറഞ്ഞത് സത്യമാണോ റോഷൻ? അതെ, ആന്റപ്പനെ മീര വർഗീസ് പൊക്കി. ഇപ്പൊ അവൻ അവിടെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. അവൻ നമ്മുടെ പേര് വല്ലതും പറയൂ? അങ്ങനെ പോലീസിന്റെ ഉമ്മാഞ്ചി കണ്ട് പേടിക്കുന്നവനല്ല ആന്റപ്പൻ. അവൻ ആള് പ്രൊഫഷണല. എന്നിട്ടാണോ പോലീസിന്റെ വായിച്ചെന്ന് ചാടിക്കൊടുത്തത്? സത്യത്തില് മീര വർഗീസ് വന്നതിന് ശേഷം അവൻ ഒളിവിലായിരുന്നു. ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നിട്ട് എങ്ങനെ അവനെ പോലീസ് വിളിച്ചത്? അതെനിക്കറിയില്ല. ഇടയ്ക്ക് ഫോൺ വല്ലതും ഓൺ ചെയ്ത് കാണും. അങ്ങനെ പിടിക്കാനാണ് സാധ്യത. എന്തായാലും എന്റെ മനസമാധാനം പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. നിന്റെ മാത്രമല്ല, എന്റെ മനസമാധാനം പോയി.
നീ പേടിക്കാത്ത സാനിയ, ആന്റപ്പന്റെ വായിന്ന് ഒന്നും പുറത്ത് വരില്ല എന്ന് നമുക്ക് സമാധാനിക്കാം. നീ ഇങ്ങനെ അത് തന്നെ പറയാതെ. ആള് മീര വർഗീസ്. സത്യം പറയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. അങ്ങനെ അവരെന്തെങ്കിലും ചെയ്ത് പറയിപ്പിച്ചാൽ തന്നെ ആന്റപ്പൻ എന്റെ പേരല്ലേ പറയൂ. നിന്നെ അവൻ അറിയത്ത് പോലുമില്ല. അവൻ നിന്റെ പേര് പറഞ്ഞാലും കുഴപ്പമാണ് റോഷൻ. അന്വേഷണം പിന്നെ എന്റെ വഴിക്ക് നേടാൻ ഒട്ടും താമസം ഉണ്ടാവില്ല. നീ ഒന്ന് സമാധാനപ്പെട്ട് സാനിയ. നിന്നെ പോലെ ഞാനും നല്ല ടെൻഷനില്ല. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക റോഷൻ? ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് ആന്റപ്പനെ കോടതിയിൽ ഹാജരാക്കും. കോടതി അവനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കും. അത്രയും നടന്നു കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. നീ എന്താ പറഞ്ഞു വരുന്നത്? വേറൊന്നുമല്ല, ഞാൻ ജയിലിൽ പോയി അവനെ കാണും. ഒരു കാരണവശാലും എന്റെയോ നിന്റെയോ പേര് എവിടെയും പറയരുതെന്ന് ഞാൻ പറയും. അവൻ പോലീസ് പിടിയിലായ സ്ഥിതിക്ക് നമ്മളെ ഒന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കും. മനസ്സിലായില്ല. വേറൊന്നുമല്ല, പോലീസിനോട് നമ്മുടെ പേര് പറയാതിരിക്കാൻ അവൻ ചിലപ്പോ കുറച്ചുകൂടെ കാശ് ചോദിച്ചെന്നിരിക്കും. അവൻ എന്ത് ചോദിച്ചാലും കൊടുക്കാന്ന് പറ. കാശ് ഒരു പ്രശ്നമല്ല. പക്ഷെ ഒരു കാരണവശാലും അവൻ എന്റെയോ നിന്റെയോ പേര് പോലീസിനോട് പറയരുത്. അത് മാത്രം മതി. അത് ഞാൻ ഏറ്റു. തൽക്കാലം നീ സമാധാനായിട്ടിരിക്കും. അത് അതിന്റേതായ വഴിക്ക് സംഭവിച്ചോളും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഗിരിയോട് അടുക്കാനും പരസ്പരം മനസ്സിലാക്കാനും നീ തന്നെ മുൻകൈ എടുത്താൽ മതി. എന്തൊക്കെ പറഞ്ഞാലും ഒരുമിച്ചൊരു ഹണിമൂൺ യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോ അതിന്റേതായ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. എനിക്കുറപ്പാ. ഹണിമൂൺ യാത്രയോ? ആരുടെ? ഇനിയിപ്പോ അങ്ങനൊരു യാത്രയ്ക്കൊന്നും പോകുന്നില്ല സ്നേഹം. വിദേശത്ത് ടൂർ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ ഡിസംബറിൽ അമ്മയും നവ്യയും യൂറോപ്യൻ ടൂറിന് പോകുമ്പോ കൂടെ പൊക്കോളാൻ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവൻ അങ്ങനെ പറഞ്ഞോ? ഗിരിക്ക് ഇത് എന്തിന്റെ കേടാ? ഇവൻ ഇത് എന്തു ഭാവിച്ചത്? ഗിരിയുടെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല സ്നേഹ. ഗിരി എങ്ങനെയാണോ ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കല്യാണത്തിലേക്കും എന്നോടൊപ്പമുള്ള ജീവിതത്തിലേക്കും ഏത് മാനസികാവസ്ഥയിലാണോ ഗിരി കാലെടുത്ത് വെച്ചത് അതേ മാനസികാവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. മാറ്റങ്ങൾ വന്നത് എനിക്കാ. അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷകൾ തലപൊക്കി തുടങ്ങിയത് എന്റെ മനസ്സിലാണ്. തെറ്റപ്പോ എന്റെ ഭാഗത്ത് തന്നെയല്ലേ? സുമിതേ, എന്ത് പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രിപ്പാ നീ ഒരു ദയവില്ലാതെ ക്യാൻസൽ ചെയ്തേ? നീ അവരോട് ചെയ്തതേ വലിയ ദ്രോഹായി പോയി. എടാ, ഞാനും സുമിയും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിനക്കല്ലേ? അങ്ങനെയുള്ള നീയാണോ ഇങ്ങനെ ഓരോ കാര്യത്തിന് എന്നെ നിർബന്ധിക്കാൻ ശ്രമിക്കുന്നത്? എടാ, എന്തൊക്കെയായാലും നീ കല്യാണം കഴിച്ച പെണ്ണല്ലേ അവള്. ആ കല്യാണം നടന്നത് ഏത് സാഹചര്യത്തിലായാലും ഇപ്പൊ അവള് നിന്റെ ഭാര്യ. സ്വന്തം ഭാര്യയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കാനും അത് നടത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് നിനക്കുണ്ട് ഗിരി. ഹലോ, ഞാൻ അങ്ങനെ വെറുതെ ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കിയതല്ലടാ. സനുവിന്റെ കൂട്ടുകാരിയുടെ ഒരു ബിസിനസ് വെഞ്ചറിന്റെ ഇനാഗുറേഷൻ വന്നുവിട്ടു. ഒഴിവാക്കാൻ പറ്റിയില്ല. അങ്ങനെ സംഭവിച്ചതാ. ആന കാര്യമായി പോയി. ഒന്ന് പോകിരി. ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നീ ഓരോ കാരണം കാത്തിരിക്കായിരുന്നു, അത്ര തന്നെ. ഇവിടെ നിനക്ക് എന്താ ആകാശ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്?
അമ്മ എന്തിനാ കാണണോന്ന് പറഞ്ഞത്? വരുന്ന തിങ്കളാഴ്ച അക്ഷയതൃതിയാ. മനസ്സിലായി. നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ അന്ന് കുടുംബത്തിലുള്ള എല്ലാവർക്കും സ്വർണം വാങ്ങുന്ന കാര്യം പറയാനല്ലേ? ജ്വല്ലറികളുടെ പരസ്യം ഇപ്പോഴേ വന്നു തുടങ്ങി. അത് കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാ. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതേ എനിക്ക് ചിലത് പറയാനുള്ളത് കൊണ്ടാണല്ലോ. അത് ഞാൻ തന്നെ പറയുന്നതല്ലേ നല്ലത്. അന്നേ ദിവസം അതുമാത്രം ചെയ്താൽ പോരാ. കുടുംബ ഐശ്വര്യത്തിനായി ഒരു ലക്ഷ്മി പൂജയും നടത്തണം. പിന്നെ ഈ വർഷം ആ ദിവസത്തിന്റെ പ്രത്യേകത ഇതൊന്നും അല്ല. ഈ വീട്ടിൽ 3 കല്യാണങ്ങൾ നടന്നതിനു ശേഷം വരുന്ന ആദ്യത്തെ മംഗള ദിവസമാണ്. പോരെങ്കിൽ അത് തിങ്കളാഴ്ചയും. അതുകൊണ്ട് നവദമ്പതിമാർക്ക് അത് ഏറ്റവും പ്രധാനമാണ്. അവരവരുടെ ഭർത്താക്കന്മാരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി അന്നേ ദിവസം സുമിതയും സനുവും നവ്യയും തിങ്കളാഴ്ച വ്രതവും കൂടി എടുക്കട്ടെ. അന്നേ ദിവസം ഗംഭീര ആഘോഷാക്കി മാറ്റി നമുക്ക് കൊണ്ടാടണം. നവ്യയുടെ ഭർത്താവിനെയും വീട്ടുകാരെയും സുമിതയുടെ വീട്ടുകാരെയും ഒക്കെ ക്ഷണിക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നാളെ തന്നെ അവരോടൊക്കെ ഒന്ന് ഇത്തടം വരെ വരാനും പറയണം. കിഷോറിന്റെ അമ്മയോട് ഞാൻ വിളിച്ചു പറയാമേ. അച്ഛനോടും അമ്മയോടും ഞാനും പറയാം. അതെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? നാളെ നമ്മളെ ഗിരിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നാളെന്താ പ്രത്യേകത? അത് കൊള്ളാം. വരാൻ പോകുന്നതേ അക്ഷയ തൃതീയല്ലേ. അന്ന് അവിടെ എന്തൊക്കെയോ ചടങ്ങുകളുണ്ടത്രേ. അതിനന്ന് പോയാ പോരെ, നാളെ എന്തിനാ പോകുന്നത്? ആ ദിവസത്തെ ചടങ്ങിലെ എന്തൊക്കെ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി കാദംബരി അമ്മ വിളിപ്പിച്ചതാ നമ്മളെ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്താ അക്ഷയ തൃതീയ? ചന്ദ്രേട്ടൻ പറയുന്നത് ശരിയാ. ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്നതേ ഞാൻ ഇതുവരെ ജ്വല്ലറിക്കാരുടെ പരസ്യത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിന് ഇങ്ങനെയൊക്കെ ചടങ്ങുകളുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും ഒയ്യാരത്ത് കുടുംബക്കാര് നമ്മളെ ക്ഷണിച്ചല്ലോ. അവരുടെ തരക്കാരായി നമ്മളെ കൂട്ടിയല്ലോ. അത് തന്നെ വലിയ കാര്യമല്ലേ? അത്രയും വലിയൊരു കുടുംബത്തിന്റെ ഭാഗമായി നമ്മൾ മാറിക്കഴിഞ്ഞു ചന്ദ്രേട്ട. അതുകൊണ്ടല്ലേ ആ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾക്കൊക്കെ നമ്മളിപ്പോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളുകളായി മാറിയത്. എന്തായാലും ശരി, നമ്മൾ 3 പേരും കൂടെ അവിടെ വരെ പോകുന്നു. അത്ര തന്നെ. ഞാനില്ല. പൂച്ചയ്ക്ക് എന്താ പൊന്നിരിക്കുന്നിടത്ത് കാര്യം? ഇതൊക്കെ പെണ്ണുങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയല്ലേ? സുമി ചന്ദ്രേട്ടനെ പ്രതീക്ഷിക്കും. ചന്ദ്രേട്ടൻ വന്നില്ലെങ്കിൽ നമുക്ക് വിഷമാവും. ഈ അക്ഷയ തൃതീയൊന്നും എനിക്ക് ദഹിക്കുന്ന കാര്യമല്ലെന്ന് സുമിമോൾക്ക് നന്നായിട്ട് അറിയാം. നാളെ ഞാൻ വരാത്തതിന്റെ പേരിൽ അവൾക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല. ഞാനും നന്ദു എന്തായാലും പോവും. ഹലോ, ഞാനേ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. ഗിരി അവിടെ എന്തോ ജോലി ചെയ്തോണ്ടിരിക്കാം. അച്ഛൻ പറഞ്ഞു നാളെ നന്ദു അമ്മയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അപ്പൊ അച്ഛൻ വരുന്നില്ലേ? ഇല്ല മോളെ, പെണ്ണുങ്ങളെല്ലാരും കൂടി അക്ഷയ തൃതീയയുടെ കാര്യവും തിങ്കളാഴ്ച വ്രതവും ഒക്കെ പ്ലാൻ ചെയ്യുന്നിടത്ത് അച്ഛൻ വന്നിട്ട് എന്താ കാര്യം? എന്നാലോ അച്ഛന് വരായിരുന്നു. ഇവിടുത്തെ ചർച്ചകളൊന്നും പങ്കെടുത്തില്ലെങ്കിലും എനിക്കെന്റെ അച്ഛനെ കാണാറുന്നല്ലോ. നീ എന്നെ പ്രതീക്ഷിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ അച്ഛൻ ഇപ്പോഴേ വിളിച്ചു പറഞ്ഞത്. പ്രതീക്ഷിച്ചൊക്കെ നടക്കാതെ പോകുന്നത് എന്റെ ജീവിതത്തിൽ പതിവല്ലേ അച്ഛാ? എന്ത് പറ്റി മോളെ? എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ അവിടെ ഹാപ്പി അല്ലേ? പിന്നെ എനിക്കിവിടെ എന്തിന്റെ കുറവാ? ഗിരി എന്നെ സ്നേഹിക്കുന്ന പോലെ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ലോകത്ത് വേറൊരു പെണ്ണിനും കിട്ടില്ല അച്ഛാ. അച്ഛൻ നാളെ വരില്ല എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സങ്കടമായി. അത്രേ ഉള്ളൂ. അച്ഛൻ ഇതൊന്നും കാര്യാക്കണ്ട. നമുക്ക് എപ്പോ വേണമെങ്കിലും കാണാലോ. അതിരിക്കട്ടെ, നിങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പിന്റെ പ്ലാനിംഗ് ഒക്കെ എന്തായി? അതിനി സമയം കിടക്കില്ല അച്ഛാ. നിന്റെ ജീവിതത്തില് നന്മയും സൗഭാഗ്യവും കോരി ചൊരിഞ്ഞിരിക്കുക ഭഗവാൻ.
എന്റെ മോള് ഓരോ നിമിഷവും അത് അറിഞ്ഞ് ആസ്വദിച്ച് ജീവിക്കണം. അച്ഛൻ പിന്നെ മരുന്നൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ടല്ലോ? നീ അതൊക്കെ മൊബൈൽ സെറ്റ് ചെയ്തുകൊണ്ട് കൃത്യസമയത്ത് നടക്കുന്നുണ്ട്. എന്നാലും നീ ഇല്ലാത്തൊരു കുറവ് അതിവിടെ ഉണ്ട് മോളെ. നീ പോയതോടെ നമ്മുടെ വീട് ഒരുപാട് മാറിപ്പോയി. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞ? ഒന്നുമില്ല മോളെ, പുതിയ ആളുകള്, പുതിയ ശീലങ്ങള്, അങ്ങനെ ഓരോന്നും. ആ സാരമില്ല, മാറ്റങ്ങൾ എന്തായാലും അനിവാര്യമാണല്ലോ. മാറാത്തതായി ഈ ലോകത്തിൽ മാറ്റം മാത്രമാണെന്നല്ലേ പറയാ. നമ്മുടെ വീടേ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ തീർത്താ തീരാത്ത അടുക്കളപ്പണിയും അമ്മയുടെ വഴക്കും രാവിലെ ഇറങ്ങി മെട്രോ പിടിക്കാനുള്ള ഓട്ടവും ഒക്കെ ഓർക്കുമ്പോ അതായിരുന്നു എന്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ എന്ന് ചിലപ്പോ എനിക്ക് തോന്നും. അതൊക്കെ നിന്റെ ജീവിതത്തിലെ ഒരു ഘട്ടമായിരുന്നു മോളെ. അത് കഴിഞ്ഞു. ഇപ്പൊ അതിനേക്കാളും വലിയ സൗഭാഗ്യങ്ങളല്ലേ നിന്റെ ചുറ്റുമുള്ളത്. ഇനി നിന്റെ ലോകം അതാണ്. എന്നാ പിന്നെ മോള് കിടന്നോ, നേരെ ഒരുപാടായി. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ. ചേച്ചി ആ സുമി, ഞങ്ങള് ലേറ്റ് ആയോ മോളെ? ഇല്ല, ഗീതാന്റി നവ്യാക്കി ഇപ്പൊ എത്തിയതേ ഉള്ളൂ. സനു, ഇന്നലെ നിങ്ങളെ കണ്ടില്ലല്ലോന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇരിക്കേ. ഇരിക്കാം. ആഹാ, എല്ലാരും എത്തിയല്ലോ. ഇരിക്കെ ഇരിക്കെ ഇരിക്കെ. അമ്മ ഇരിക്കെ. ഇപ്രാവശ്യത്തെ അക്ഷയതൃതീയ ഞങ്ങൾ വളരെ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയാ നിങ്ങളോടൊക്കെ ഒന്ന് ഇത്രയും വരെ വരാൻ പറഞ്ഞത്. ബുദ്ധിമുട്ടായില്ലല്ലോ? ഏയ്, അച്ഛമ്മ ഞങ്ങളെ വിളിച്ചതില് ഞങ്ങൾക്ക് അഭിമാനേ ഉള്ളൂ. അക്ഷയതൃതീയക്ക് അമ്പലത്തിൽ ഒരു കുടുംബ ഐശ്വര്യ പൂജയും വീട്ടിൽ ഒരു ലക്ഷ്മി പൂജയാണ് സാധാരണ നടത്താറുള്ളത്. ഇത്തവണ ആ പതിവ് ഞങ്ങൾ തെറ്റിക്കുന്നില്ല. ഇത്തവണത്തെ അക്ഷയതൃതീയക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതൊരു തിങ്കളാഴ്ചയാ വരുന്നത്. അതുകൊണ്ട് ഈ കുടുംബത്തിലെ വിവാഹിതരായ പെൺകുട്ടികളായ സുമിതയും സാനിയും നവ്യയും അന്നത്തെ ദിവസം തിങ്കളാഴ്ച വ്രതം കൂടി എടുക്കണം. അതിനെന്താ അച്ഛമ്മേ, അതൊരു നല്ല കാര്യല്ലേ?